അവിടെ നിൽക്കണ്ടേ. സോറി. എക്സ്ക്യൂസ് മീ. ഏയ്, സ്കൂളിലുള്ളത് പിന്നെ വിളിക്കാം. ബൈ. ഗെയിമാണത്രേ, ഗെയിം. ഈ ബോൾ ഉള്ളിൽ കിടന്നാലും പുറത്ത് കിടന്നാലും അർജുൻ, ഒരു കോള് മാത്രം പ്ലീസ്. ഇന്ന് ഞാൻ നിന്നെ പിഴിഞ്ഞെടുക്കൂടാ. ഈ കോള് ഞാൻ കത്തി വെച്ച് അറ്റൻഡ് ചെയ്യും. നീ എവിടെയാണ് ഉള്ളത്? ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. ജ്യൂസോ? മുതലാളി, അവന്റെ കിഡ്നി കിഡ്നാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ലിവർ ലിക്വിഡ് ആക്കണോ? ചത്തുപോടാ. ഐ മീൻ കൈയും കാലും മാത്രമല്ലേ ഒടിച്ചുള്ളൂ. അപ്പൊ എങ്ങനെയാ ഒപ്പിടുന്നേ? കഴുകുന്ന കൈയല്ലേ മുതലാളി ഇല്ലാതാക്കിയേക്കുന്നേ. ഒപ്പിടാൻ വലത് ചെയ്യണ്ടല്ലോ. ഓ അങ്ങനെ. നീയൊക്കെ എവിടുത്തെ വക്കീലടാ? സ്റ്റേ ഓർഡറിന് മുമ്പുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നിനക്ക് അറിഞ്ഞൂടെ? വക്കീൽ എന്ന് പറഞ്ഞാൽ നിയമം അറിയണം, അല്ലെങ്കിൽ ജഡ്ജിനെ അറിയണം. നിനക്ക് ഇത് രണ്ടും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചേ? നീ വേസ്റ്റ്. നീ കേസ് ഫയൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ. ഹലോ. ഒരു കോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തെ കോളാ വിളിക്കുന്നത്. കോള് മൂന്നാ, പക്ഷെ മാറ്റർ ഒന്നാ. എന്ത് മാറ്റർ ആണെങ്കിലും മതി വിളിച്ചത്. വെക്കേഷൻ അല്ലേ? ഒരു തെണ്ടി സ്റ്റേ ഓർഡർ മേടിച്ചതിന് അർണോൾഡ് അവനെ അടിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ളത്. സീരിയസ് മാറ്ററാ. ഹലോ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ്. ഫോൺ തന്നെ. അർണോൾഡ്. ഹേയ്, അർണോൾഡ് ലൈനിലുണ്ട്. ഒരു മിനിറ്റ്. ഹലോ അർണോൾഡ്, ആ അഡ്വക്കേറ്റിനോട് കേസ് ഫയൽ ഒക്കെ വീട്ടിലേക്ക് നിൽക്കും. മര്യാദയ്ക്ക് ഫോൺ ഇങ്ങോട്ട് തന്നെ. കുറച്ചെങ്കിലും മാനേഴ്സ് വേണ്ടേ? ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? എന്താ ഇയാളുടെ പ്രശ്നം? ഈ ഫോൺ വേണം. അതെ. എടുത്തോ. എന്തിനാ പൊട്ടിച്ചത്? എത്ര എക്സ്പെൻസീവ് ആണെന്നറിയോ? എത്ര എക്സ്പെൻസ് ആയാലും എന്താ? നിനക്ക് മാനേഴ്സ് അല്ലേ വേണ്ടത്? ദേ കിടക്കണോ, വാരി എടുത്തോ. എന്ത് പറ്റി മമ്മി? ഒരു റാസ്കൽ എന്നെ ഫോൺ പൊട്ടിച്ചിട്ട് പോയി. അവനെ വെറുതെ വിട്ടോ? അവനിട്ടൊരെണ്ണം കൊടുക്കായിരുന്നില്ലേ? അവനെ ഞാൻ... ഏയ് ശിവാനി, അമ്മേ, അമ്മയുടെ ഫോണല്ലേ ഇത്? അതെ. അപ്പോ ഇത് അയാളുടെ ഫോണായിരിക്കും. അയ്യോ, എന്താ മമ്മി? സ്കൂളിൽ വെച്ച് ഫോൺ ചെയ്ത അപ്പ തുടങ്ങും ടീച്ചറിന്റെ ശല്യം. ദേ അയാള് തന്നെ. അയാളോ? എന്റെ ഫ്രണ്ട് ആകാശിന്റെ അച്ഛനാ. വലിയ ഹീറോയാ അമ്മേ. ഹലോ. എടാ ആകാശ്, എന്താടാ പോയേ? അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോന്ന് പറഞ്ഞതല്ലേ? നീ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് വാ. ഞാനും അമ്മയും അങ്ങോട്ട് വരാം. അച്ഛനോ? എന്തിന്? ആരത്? ജസ്റ്റ് എ മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ആരാ, എന്താ, എന്തിനാ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അതൊന്നും മാനേഴ്സ് അല്ല. ശിവാനി, എൻ്റെ അച്ഛന് മൂഡ് ശരിയല്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ആ വലിയ ഹീറോയെ മൂഡ് ഓഫ് ആക്കി കളഞ്ഞല്ലോ മമ്മി. സോറി. എന്റെ അടുത്ത് സോറി പറയണ്ട. ആദ്യം ഒരു പുതിയ ഫോം വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പോയി സോറി പറ. ഓക്കെ. അച്ഛാ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ സോങ് ഒന്ന് ഓഫ് ചെയ്യോ? അച്ഛാ, ദേഷ്യാണോ?
ദേഷ്യ ആയാലും സാരമില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ വേറെ സ്ഥലത്ത് പോയി പിന്നെ ഇത് തന്നെ ചെയ്യും. അപ്പൊ ഒരച്ഛനെ പറ്റി എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കും? മാനേഴ്സ് ഇല്ലാത്ത ആളെന്ന് വിചാരിക്കും. മാനേഴ്സോ? അതെ, ഞാൻ ഈ സോങ് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ പോലും ആദ്യം അച്ഛനോടല്ലേ പെർമിഷൻ ചോദിച്ചേ. ആ, അതാണ് മാനേഴ്സ്. ഫോണിന് മാത്രമേ മാനേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചേ. ഇതിപ്പോ റേഡിയോനും മാനേഴ്സ് ഉണ്ടോ? എവിടെ നോക്കിയാലും മാനേഴ്സ്. ഇപ്പൊ ഈ പാട്ട് വെക്കുന്നോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു. റേഡിയോക്കാർക്ക് എപ്പോ ഏത് പാട്ട് വെക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. ആദ്യം ഇവർക്ക് മാനേഴ്സ് പറഞ്ഞു കൊടുക്കും. ഹലോ മുതലാളി, വേലാതെ ഒപ്പിട്ടിട്ടുണ്ട്. ആ കൈ ഓടിച്ചേക്കട്ടെ. ഒപ്പിട്ടല്ലടാ, അഞ്ഞു വിട്ടേക്ക്. അല്ല മുതലാളി, അവൻ നമുക്ക് ഒപ്പിട്ട് തന്നല്ല മറ്റേ പാർട്ടിക്ക് ഒപ്പിട്ട് കൊടുത്താലോ? അതുകൊണ്ടാ ഒപ്പിട്ട കൈ കൈയോടെ അങ്ങോട്ട് എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞേ. അല്ല, വരുമ്പോ കൈയും വീശു വരണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഓടിച്ചോ. ഏയ്, ഞാൻ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ വലിയ തിരക്ക്? ഏതോ ഒരുത്തനും ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഓടിക്കാൻ നോക്കും. ഇവിടെ കൈ ഒടിക്കുന്നവരെ ഞാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി നിന്റെ പേരിലേക്ക് മാറ്റിയിട്ട് ഈ ചെക്കിൽ നിനക്ക് ഒപ്പിട്ടാ എന്താടാ? 10 ചെക്കിൽ ഒപ്പിട്ടത് 10 രീതിയിലാന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എല്ലാം റിട്ടേൺ ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞല്ലേ. ആരുടെ ഫോണില്? ഇവിടെ ഒരു മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരാ എന്താന്നൊക്കെ ചോദിക്കരുത്. ഒരുവരെ മാനേഴ്സ് ഇല്ലാതെ. ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഇതുപോലുള്ള അപ്പന്മാരെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ഇത് എന്റെ അടുത്തൊരു മഹാൻ പറഞ്ഞതാ. ആടാ, പറയടാ. മഹാനോ? മഹാനല്ല മുത്തശ്ശ, മകനായി ഞാനാ പറഞ്ഞേ. അത് ശരി. ഞാൻ കുറച്ച് സന്തോഷിച്ചു, എന്റെ മകന് ബോധോദയം ഉണ്ടായിന്ന്. ഇന്ന് ശിവാനിയോട് ഫോണിൽ സംസാരിച്ചപ്പോ അതാരാണെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ ഞാൻ കൊടുത്ത ഡോസാ തിരിച്ചു മുത്തശ്ശന് തന്നത്. വെരി ഗുഡ്രാ. നീ അച്ഛന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലേ? ഇതിനു വേണ്ടിയാ അവന്റെ ജോലിയെല്ലാം മാറ്റി വെച്ച് വെക്കേഷൻ സമയത്ത് നിന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴേ നിങ്ങൾ തമ്മിലുള്ള എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് തന്നെ. അതെ മുത്തശ്ശ, ഞാൻ സന്തോഷോട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ? എന്താടാ മുത്തച്ഛൻ എങ്ങനെയാ ഇങ്ങനൊരു മോനുണ്ടായേ? എന്താടാ എന്റെ മകനൊരു കുറവ്? കിങ്ങാടാ. മുത്തച്ഛന്റെ കിങ് ഞങ്ങളുടെ പ്രിൻസിപ്പളിന് മുന്നിൽ എന്താ ചെയ്തതെന്നറിയോ? എന്താടാ ചെയ്തേ? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ്. നാഷണൽ ലെവലിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അവാർഡ് തന്നെ നടക്കുന്നത്. ആകാശ്, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. ആ, അല്ല, വെക്കേഷൻ ക്ലാസ്സിൽ ഏതിലാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? മ്യൂസിക്. മ്യൂസിക്. കരാട്ടെ വേണ്ടച്ചാ, മ്യൂസിക് ക്ലാസ് മാത്രം മതി. അതുകൊണ്ട് എന്താ, നമുക്ക് രണ്ടിലും ചേരാം. പാടിക്കൊണ്ട് അടിക്കാം, അടിച്ചോണ്ട് പാടാം, അല്ലേ സാർ? യെസ്. രണ്ടിനും ചേർത്ത് ഫീസ് എത്രയാ? $60,000 സർ. അത്രേ ഉള്ളൂ, അടച്ചോളൂ. അയ്യോ അയ്യോ, എന്റെ മാനം കളഞ്ഞിരോടാ. ആ രാക്കിരൺ ബ്രാൻഡ് അണ്ടർവെയർ നിന്റെ സ്കൂളിൽ എല്ലാവരും കണ്ടോ? അതുമാത്രമല്ല, സ്കൂളിലുള്ള കുട്ടികളെല്ലാരും നീ അച്ഛനെ പോലെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് പൊക്കി പൊക്കി നോക്കാം മുത്തശ്ശ. അയ്യോ എന്റെ കണ്ണാ, നിന്റെ മാനവും പോയോ? അത് കഴിഞ്ഞ് ബേക്കറിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? എന്താണ് നടന്നത്? ആ മിക്സർ പാക്കറ്റ് എടുത്ത്. ആകാശ്, ഇന്ന് മുത്തച്ഛൻ വന്നില്ലേ? ഇല്ല. ഇത് പുതിയ ഡ്രൈവറാ. അടിക്കല്ലേ സാർ? നിനക്കറിയാമോ? അറിയാതെ പറഞ്ഞു സാർ. കണ്ടിട്ട് അച്ഛനാന്ന് തോന്നുന്നില്ല. ഡ്രൈവറാണോ? ആരെങ്കിലും ചോദിച്ചത്? അയ്യോ, അതാണല്ലേ സംഭവം. എന്നിട്ട് ഈ ഓട്ടോയുടെ കണക്കും ബേക്കറി കണക്കും അങ്ങോട്ട് ഒക്കുന്നില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കണക്കൊക്കാത്തതല്ല, നിന്റെ അപ്പന് എനിക്ക് ടോപ്പിച്ചതാ. കറക്റ്റ്. അച്ഛൻ അത് തന്നെ പണി.
അന്ന് രാഖിച്ചേട്ടൻ കൊറേ ഗുണ്ടകളെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് വന്ന് അച്ഛനും ചേർന്ന് അടി പിടി ഏ, അർണോൾഡ്, എനിക്ക് വരാൻ പറ്റില്ലടാ. എന്റെ മോൻ ഒരു അവാർഡ് കിട്ടുന്നുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിൽ പോയേ പറ്റൂ. മുത്തശ്ശ, അച്ഛൻ എന്താ പോണ്ടിച്ചേരിക്ക് വരാന്ന് പറയുന്നേ? അയ്യോ, ഇവനെ പോണ്ടിച്ചേരിക്ക് വിട്ടാൽ ശരിയാവില്ല. ഇവൻ എവിടെ ചെന്നാലും പ്രശ്നമാ. അല്ല മോനെ, അവിടുത്തെ സിഎം വരെ എന്റെ ഫ്രണ്ടാ. മുത്തശ്ശ, അച്ഛൻ്റെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാൻ എനിക്ക് നാണക്കേടാ. അവിടെ വന്ന് നാണം കെടുത്തു മുത്തശ്ശ. ഞാൻ അച്ഛൻ്റെ കൂടെ പോവില്ല. പോണ്ടിച്ചേരി തൊട്ടടുത്തല്ലടാ. ദേവദാസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സേഫായി കൊണ്ടുപോയി കൊണ്ടുവന്നോളൂ. അവാർഡ് വാങ്ങാൻ പോകുന്ന എൻ്റെ മോൻ, അത് കാണേണ്ടത് ഞാനാ, അല്ലാതെ ഡ്രൈവറും തോട്ടക്കാരനൊന്നല്ല. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്, വെക്കേഷൻ മൊത്തം അവനൊപ്പം ചെലവഴിക്ക്, എന്നാലേ അവൻ എന്നോട് സ്നേഹം വരുമെന്ന്. എങ്ങനെ സ്നേഹം ഉണ്ടാകാനാ? എങ്ങനെ ഉണ്ടാവും? ഞാൻ അവന്റെ കൂടെ ഇരുന്ന് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീയോ നിന്റെ ഇഷ്ടങ്ങൾ അവന്റെ തലയിൽ കെട്ടിവെക്കുക. അവന് മ്യൂസിക് ക്ലാസ്സിൽ ചേരണമെന്നല്ലേ പറഞ്ഞത്. അവന് ഇഷ്ടമില്ലാത്ത കരാട്ടെ ക്ലാസ്സിൽ എന്തിനാ ചേർത്തത്? നിന്നെ പോലെ അടിപിടി ഉണ്ടാക്കാനാ. ഒരു കാര്യം പറഞ്ഞ് നീ വിഷമിക്കരുത്. ആകാശിന് നീ അച്ഛനാണെന്ന് പറയുന്നത് പോലും അപമാനമാണ്. ഇതെവിടെ നിന്നാണ് കാറ്റ് പോണത്? പഞ്ചറായ എന്താടാ കുശു കുശി? എന്താടാ ലേറ്റായേ? നീയല്ലേ വീട്ടിൽ പോയില്ലേ? ഞാൻ എവിടെ ലേറ്റ്? നീയല്ലേ 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കുന്നത്? മണി 10 ആയിട്ടില്ല, 3:30 ആയിട്ടുള്ളൂ. നീ പറഞ്ഞത് രാത്രി 10 മണി, ഇപ്പൊ വെളുപ്പാങ്കാലം 3 മണിയായി. മുതലാളി എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? സാറിന്റെ അല്ല, ദേവദാസ് വന്നിരിക്കുന്നു മുതലാളി. അതെന്താടാ നിന്റെ കയ്യില്? അത് കല്യാണി. അത് മുതലാളി വാങ്ങിക്കാൻ പറഞ്ഞ മനസ്സിന് വിഷമം വരുമ്പോ. ശരി എടാ, പ്രശ്നം ഉണ്ടാക്കാതെ ഓട്ടോ പറഞ്ഞു വിടാൻ നോക്ക്. ദേവദാസേ, വണ്ടി കഴുകി വെക്കും. ശരി മുതലാളി. എടാ, ഇവരുടെ വണ്ടി ഞാൻ കഴുകണേ. എടാ മണ്ട, മുതലാളിനോട് ഓട്ടോ അല്ല കഴിവാൻ പറഞ്ഞത്, കാറാടാ കഴിവാൻ പറഞ്ഞത്. രാവിലെ പോണ്ടിച്ചേരി പോകാനുള്ളതാ. പോണ്ടിച്ചേരിക്കോ? ഞാൻ പോണ്ടിച്ചേരിന്നല്ലേ വന്നേ, പറഞ്ഞിരുന്നത് അവിടെ തന്നെ എന്താണ് കാര്യമില്ല. പിടിച്ചോ. 100 രൂപയാ? നോക്കട്ടെ. 100 രൂപ തന്നെയാണല്ലോ. ബാക്കി നീ തന്നെ വെച്ചോ. ബാക്കി താൻ തന്നെ തരണം. മൊത്തം 6000 രൂപ. എന്ത് 6000? എടാ, നീ ഈ ഓട്ടോ വിലക്ക് വാങ്ങിച്ചോ? ഇവന്റെ ആട്ടോ ആക്രിക്കാർ പോലും എടുക്കില്ല, പിന്നാണ് വിലക്ക് വാങ്ങണേ. എടാ, നിനക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരെ 6000. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, പോണ്ടിച്ചേരി ഇങ്ങോട്ട് വന്നതാണ്. എടാ, പോണ്ടിച്ചേരി ഇങ്ങോട്ട് ആരെങ്കിലും ഓട്ടോ വിളിച്ച് വരുവോടെ? ഞാൻ വന്നല്ല. എടാ, നീ ദേവദാസ് എന്ന പേരും വെച്ചിട്ട് 24 മണിക്കൂറും കുടിച്ചോണ്ടിരിക്കോ? ഗാന്ധിയുടെ പേര് വെച്ചിട്ട് കുടിച്ചാലാ കുഴപ്പം, ദേവദാസിന്റെ പേര് വെച്ചിട്ട് കുടിക്കാതിരുന്നാലാ കുഴപ്പം. നീ കുടിച്ചോണ്ടിരുന്ന നീ ഉണ്ടാവില്ല. എടാ, എന്നോടാ ചോദിക്കുന്ന. എന്തൊക്കെയായാലും പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരാൻ 6000 രൂപ വാടകയോ? പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരാൻ 3000 ഉള്ളു. റിട്ടേൺ പോകുന്നുണ്ടല്ലോ, അതിനൊരു 3000. എന്താടാ, 6000 രൂപയല്ലേ? എന്നാ വെച്ചോ. ഞാൻ നിന്റെ കൂടെ ഓട്ടോയിൽ പോണ്ടിച്ചേരി പോവാ. നീ എന്തിനാ പോണ്ടിച്ചേരിക്ക് പോണേ? ഓട്ടോ വെറുതെ അല്ലേ റിട്ടേൺ പോകുന്നത്? മുതലാളിയുടെ കാശ് ഞാൻ വെറുതെ കളയില്ല. ഞാനും നിന്റെ കൂടെ മുതലാളി. ഇനിയും കഴിഞ്ഞില്ലേ? വന്നു മുതലാളി. സെക്യൂരിറ്റി, നീ ഇവന്റെ കൂടെ ഓട്ടോ കയറി പോണ്ടിച്ചേരിയിൽ ഇറങ്ങിക്കോ. എന്തിന്? ഓട്ടോ വെറുതെ പോവല്ലേ? മുതലാളിയുടെ കാശ് ആർക്കും തിന്നാൻ കൊടുക്കില്ല. അങ്ങനെ വെറുതെ വിടില്ല. നീ പോണ്ടിച്ചേരിക്ക് വിട്ടോ. അപ്പൊ റിട്ടേൺ വരാനോ? നീ അതേ വണ്ടി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടോ. ഒന്ന് പെട്ടെന്ന് അടിക്കാമോ? പെട്രോൾ പോലും ഇപ്പൊ കൂടൂട്ടാ. ഇന്ന് എത്ര പൈസ കൂടിയാവോ? ഒന്നും ചോദിക്കാൻ പാടില്ല. ഹലോ, ആകാശ് ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങി. ദേവദാസ് അങ്കിൾ ഡീസൽ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നീ അച്ഛന്റെ കൂടെ അല്ലേ പോയത്? ഞാൻ പറഞ്ഞതല്ലേ അച്ഛന്റെ കൂടെ പോകാവൂന്ന്. ഞാൻ അച്ഛന്റെ ഒപ്പം തന്നെ പോണം. നീ എത്ര ഹേർട്ട് ചെയ്താലും നിന്റെ കൂടെ വരാന്ന് അച്ഛൻ ഓക്കെ പറഞ്ഞതല്ലേ. ഹീസ് വെരി ഗ്രേറ്റ്. ആരാടി ഇത്രയ്ക്ക് ഗ്രേറ്റ്? അമ്മ കാരണം ഫോൺ പൊട്ടിച്ചില്ലേ, അവരാ. അതിന് പുതിയ ഫോൺ വാങ്ങാന്ന് പറഞ്ഞല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. ഹലോ, കഴിക്ക. ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ.
മുതലാളി ചാവി കിടതാ ഞാൻ കുടിക്കാം. മാറിയിട്ട് പോയാ മാറ് അല്ല മുതലാളി, പനി ആയതുകൊണ്ട് ബ്രാൻഡിൽ പെപ്പർ ഇട്ടൊരു പിടി പിടിച്ചതാ. പനി വന്ന ബ്രാൻഡി. അപ്പൊ പച്ചവെള്ളം എപ്പോഴാ കുടിക്കുന്നത്? പച്ചവെള്ളം ചേർത്തല്ലേ അടിക്കണേ മുതലാളി. അങ്ങോട്ട് മാറിയിരിക്കണം. ഹലോ പറയടാ രാക്കി. മുതലാളി, മുടിച്ചൂർ ശെലവില്ലേ, സ്ഥലം നമുക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയാ. ചോദിച്ചപ്പോ ചേട്ടനോനെ സമ്മതിക്കില്ലെന്ന്. ഈ സ്ഥലം വിൽപ്പനയ്ക്ക് മാത്രം എവിടെ നട ചേട്ടനോ അനിയനൊക്കെ വരുന്നത്? അതവന്റെ